നമസ്കാരം. മലയാള സിനിമയിലെ സമരങ്ങളും സമരപ്രഖ്യാപനങ്ങളും പുതുമയുള്ളതല്ല. ഇതിനു മുൻപും അത് സംഭവിച്ചിട്ടുണ്ട്. സമരങ്ങൾ മൂലം പ്രേക്ഷകർ ബുദ്ധിമുട്ടാറില്ല, മറിച്ച് സിനിമാ മേഖല തന്നെയാണ് സമരത്തിൽ വലയുന്നത്. അതിനാൽ അത് സിനിമാ മേഖലയിൽ ബന്ധപ്പെട്ടവർ തന്നെ പരിഹാരം കണ്ടെത്തുകയും ചെയ്യുന്നതാണ് പതിവ്. ഇതിനു മുൻപ് മലയാള സിനിമയിൽ ഏറ്റവും ഒടുവിലായി ഉയർന്ന പ്രതിഷേധം തിയേറ്ററുകളിലെ ചിത്രം OTTയിൽ എത്തുന്നതുമായി ബന്ധപ്പെട്ടുള്ളതായിരുന്നു. അന്ന് ചർച്ച ചെയ്ത് ആ പ്രശ്നം പരിഹരിച്ചു. ഇപ്പോൾ വീണ്ടും മലയാള സിനിമയെ സമരം പിടികൂടുകയാണ്. സമരപ്രഖ്യാപനവുമായി രംഗത്തെത്തിയത് നിർമ്മാതാവ് G. സുരേഷ് കുമാർ ആയിരുന്നു. എന്നാൽ ആന്റണി പെരുമ്പാവൂർ രംഗത്തെത്തിയതോടെ സംഘടനയിലെ ഭിന്നത മറനീക്കി പുറത്തു വരികയാണ്. ഒരുപക്ഷെ മലയാള സിനിമാ സംഘടനയിൽ തർക്കം അതിതീവ്രമാകുമ്പോൾ ഇനിയുള്ള ദിനങ്ങൾ പൊട്ടിത്തെറിയുടേതാകുമെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. സുരേഷ് കുമാറിന്റെ പരാമർശങ്ങൾ തെറ്റിദ്ധാരണയ്ക്കും അനാവശ്യ ആശങ്കയ്ക്കും ഇടയാക്കുന്നതാണെന്നും സംഘടനയെ പ്രതിനിധീകരിക്കുമ്പോൾ ഭൂരിപക്ഷ അഭിപ്രായം മാത്രം അവതരിപ്പിക്കണമെന്നുമാണ് ആന്റണി പെരുമ്പാവൂർ വിമർശിച്ചത്. മോഹൻലാലിന്റെ അതിവിശ്വസ്തനാണ് ആന്റണി. സുരേഷ് കുമാർ ഏറ്റവും അടുപ്പമുണ്ടായിരുന്ന കൂട്ടുകാരനും. മോഹൻലാലിനെ സിനിമയിലേക്ക് എത്തിച്ചതിൽ പങ്കുള്ള പ്രധാനി. അമ്മയ്ക്ക് നാഥനില്ലെന്ന പരാമർശത്തോടെയാണ് സുരേഷ് കുമാറിനെതിരെ നടന്മാരുടെ ഇടയിൽ വികാരമുണ്ടാകുന്നത്. മുമ്പ് ലിബർട്ടി ബഷീറിനായിരുന്നു സിനിമയിൽ മുൻതൂക്കം. എക്സിബിറ്റേഴ്സ് സംഘടനയെ പൂർണ്ണമായി നിയന്ത്രിച്ചത് ലിബർട്ടി ബഷീറായിരുന്നു. അന്ന് ദിലീപും ആന്റണി പെരുമ്പാവൂരും ചേർന്ന് പുതിയ സംഘടനയിലൂടെ നേതൃത്വം ഏറ്റെടുത്തു. മോഹൻലാലിന്റെ ഏറ്റവും അടുത്ത സുഹൃത്തായ സുരേഷ് കുമാറിലേക്ക് നിർമ്മാതാക്കളുടെ സംഘടനയും എത്തി. എന്നാൽ ഇപ്പോൾ ഇവിടെ വീണ്ടും പ്രതിസന്ധി ഉണ്ടാവുകയാണ്. നടന്മാരിൽ ബഹുഭൂരിഭാഗവും ആന്റണി പെരുമ്പാവൂരിനൊപ്പമാണ്. ആന്റണിയുടെ വിമർശന പോസ്റ്റ് പൃഥ്വിരാജും ഉണ്ണി മുകുന്ദനും അജു വർഗീസും ഷെയർ ചെയ്തു. അതായത് മോഹൻലാലിന്റെ അടുത്ത അനുയായിയുടെ നീക്കത്തെ പ്രമുഖ താരങ്ങൾ പിന്തുണയ്ക്കുകയാണ്. ചേരിതിരിവിന്റെ സന്ദേശം നൽകാനാണ് ഈ ഷെയറിംഗ് എന്നും വ്യക്തം. അതിനിടെ സുരേഷ് കുമാറിനെ പിന്തുണയ്ക്കുന്നവരും സജീവ ചർച്ചയുമായി എത്തുന്നുണ്ട്. ചെമ്പൻ വിനോദും ആന്റണി പെരുമ്പാവൂരിനെ പിന്തുണയ്ക്കുന്നു. ആന്റണി പെരുമ്പാവൂരിന്റെ തുറന്ന വിമർശനത്തെ പിന്തുണയ്ക്കുകയാണ് മറ്റ് സിനിമാ പ്രവർത്തകരെല്ലാം തന്നെ. എല്ലാം ഓക്കെ അല്ലേ അണ്ണ എന്നാണ് പോസ്റ്റ് ഷെയർ ചെയ്തുകൊണ്ട് പൃഥ്വിരാജ് കുറിച്ചത്. ഷെയ്ഖ് ഹാൻഡ് ഇമോജി ആയിരുന്നു ഉണ്ണി മുകുന്ദൻ ആന്റണിയുടെ പോസ്റ്റ് ഷെയർ ചെയ്ത് കുറിച്ചത്. ആന്റണിയുടെ പോസ്റ്റിന് താഴെ സമ്മിശ്ര പ്രതികരണങ്ങളും എത്തുന്നുണ്ട്. സിനിമാ മേഖലയിൽ നിർമ്മാതാക്കൾ നേരിടുന്ന പ്രതിസന്ധികൾ എന്ന തരത്തിൽ നിർമ്മാതാവും നടനുമായ സുരേഷ് കുമാർ ഉന്നയിച്ച കാര്യങ്ങൾക്കുള്ള മറുപടി പോസ്റ്റാണ് ആന്റണി പങ്കുവച്ചത്. അതിനിടെ സുരേഷ് കുമാറിന്റെ പ്രസ്താവനയെ തള്ളിപ്പറഞ്ഞ രംഗത്ത് വന്ന ആന്റണി പെരുമ്പാവൂരിന് പിന്തുണയുമായി വിനയനും രംഗത്ത് വന്നിരുന്നു. മലയാള സിനിമാ മേഖലയിൽ പരിഹരിക്കപ്പെടേണ്ടതായി നിരവധി പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലും സമരം പോലുള്ള നടപടികളിൽ തീരുമാനമെടുക്കേണ്ടിയിരുന്നത് സംഘടനയുടെ പ്രസിഡന്റും സെക്രട്ടറിയുമായിരുന്നുവെന്നും വിനയൻ പറയുന്നു. താരങ്ങളുടെ പ്രതിഫലം നിയന്ത്രിക്കാൻ പറ്റുന്ന സമയത്ത് സംഘടനകൾ ഒന്നും ചെയ്തില്ല. ഇവർ തന്നെയാണ് നിരക്ക് കൂട്ടിക്കൊടുത്തത്. ഇപ്പോൾ പിടിക്കാൻ പറ്റാത്ത അവസ്ഥയിലായെന്നും വിനയൻ കൂട്ടിച്ചേർത്തു. താരങ്ങളിൽ മിക്കവരും സിനിമാ നിർമ്മാതാക്കൾ കൂടിയാണ്. അതുകൊണ്ട് തന്നെ നിർമ്മാതാക്കളുടെ സംഘടനയെയും താരങ്ങൾ കൈപ്പിടിയിലേക്ക് കൊണ്ടുവരും. അതിന്റെ തുടക്കമാണ് ആന്റണി പെരുമ്പാവൂരിന്റെ വിമർശനം. താരസംഘടനയായ അമ്മയെ നാദനില്ല കളരി എന്ന് വിശേഷിപ്പിച്ച നിർമ്മാതാവ് G. സുരേഷ് കുമാറിനെതിരെ അഡ്ഹോക് കമ്മിറ്റി രംഗത്ത് വന്നിരുന്നു. സംഭവത്തെ അപലപിക്കുകയാണെന്നും മേലിൽ ഇങ്ങനെ ഉണ്ടാവില്ലെന്ന് ഉറപ്പ് വേണമെന്നും കത്തിൽ ആവശ്യപ്പെടുകയും ചെയ്തിരുന്നു. അതുപോലെ നഷ്ടക്കണക്കുകൾ പറയുന്ന നിർമ്മാതാക്കൾ ചിന്തിക്കേണ്ടിയിരിക്കുന്ന മറ്റൊരു കാര്യം സിനിമകളുടെ നിലവാരത്തെക്കുറിച്ച് കൂടിയാണ്. സിനിമകൾ കാണുന്ന പ്രേക്ഷകരും വിഡ്ഢികളല്ല എന്നും തിരിച്ചറിയേണ്ടിയിരിക്കുന്നു. ഏത് സിനിമയും പ്രേക്ഷകർ ഇരുകൈ നീട്ടി സ്വീകരിക്കുമെന്ന ചിന്ത മാറ്റണം. വലിയ താരമൂല്യമെന്നും അവകാശപ്പെടാനില്ലാതെ വിജയിച്ചു പോയ നിരവധി സിനിമകൾ മലയാളത്തിലുണ്ട്. അത് നല്ലതിനെയും മോശമായതിനെയും വേർതിരിച്ച് സ്വീകരിക്കാനുള്ള പ്രേക്ഷകരുടെ സിനിമ ആസ്വാദന സങ്കല്പം കൊണ്ട് തന്നെ സംഭവിക്കുന്നതാണ്. തൽക്കാലം ഈ വിവാദത്തിൽ മോഹൻലാലും മമ്മൂട്ടിയും പരസ്യ പ്രതികരണം നടത്തില്ലെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. പക്ഷേ സിനിമാ മേഖലയിലെ സമരത്തെ അംഗീകരിക്കില്ലെന്ന സൂചന അവർ നൽകി കഴിഞ്ഞു. അമ്മ എന്ന സംഘടനയ്ക്ക് നാഥനില്ലെന്ന സുരേഷ് കുമാറിന്റെ പ്രസ്താവനയ്ക്കെതിരെ അമ്മ പരസ്യ പ്രതികരണം നടത്തിയത് മോഹൻലാലിന്റെ കൂടി സമ്മതത്തിലാണ്. എന്തായാലും കാര്യങ്ങൾ ഇങ്ങനെ നീങ്ങുമ്പോൾ സമരപ്രഖ്യാപനം വിജയം കാണില്ല എന്നുള്ള സൂചനകൾ തന്നെയാണ് പുറത്തു വരുന്നത്.